ഭീമാകാരൻ ആൾക്കുരങ്ങ് മൗഗ്ലിയുമായി യുദ്ധത്തിന് തയ്യാറായി. അവൻ കെട്ടിടത്തിന്റെ ചുമരിലൂടെ തൂങ്ങി മൗഗ്ലിയെ പിടിക്കാൻ പാഞ്ഞു. മൗഗ്ലി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആൾക്കുരങ്ങ് അവന് മുമ്പിൽ വന്നു നിന്ന് ചോദിച്ചു, "നീ എങ്ങോട്ടാണ് ഓടുന്നത് മനുഷ്യക്കുഞ്ഞ്?" മൗഗ്ലി പറഞ്ഞു, "ഞാൻ ചെന്നായ്ക്കളുടെ രാജാവായ അക്കിലയുടെ അടുത്തേക്ക് പോവുകയാണ്." അത് കേട്ട് ആൾക്കുരങ്ങ് പറഞ്ഞു, "അക്കിലയെ ഷേർഖാൻ കൊന്നു. നിന്റെ കൂട്ടുകാർ അത് പറഞ്ഞില്ലേ?" മൗഗ്ലിയുടെ ഹൃദയം തകർന്നു. അവൻ തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. പുറത്ത് ബഗീരയും ബാലുവും കുരങ്ങുകളുടെ ആർമിയെ നേരിടുകയായിരുന്നു. ബാലു ആദ്യമായി വലിയ ശബ്ദത്തിൽ ഗർജിച്ചു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും കുരങ്ങ് സൈന്യം ബാലുവിനെ ആക്രമിക്കാൻ പൊതിഞ്ഞു. ആൾക്കുരങ്ങ് ഇതേ സമയം മൗഗ്ലിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. മൗഗ്ലി ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൾക്കുരങ്ങ് മൗഗ്ലിയെ കണ്ടുപിടിച്ചു. മൗഗ്ലി ഓടാൻ തുടങ്ങി. പുറകെ ആൾക്കുരങ്ങ്. അവൻ കെട്ടിടത്തിന്റെ തൂണുകൾ പൊളിച്ചുകൊണ്ടാണ് ഓടുന്നത്. മൗഗ്ലി ചാടി അതിൽ നിന്നും രക്ഷപ്പെട്ടു. ആൾക്കുരങ്ങും അവന് പുറകെ വന്നു. പക്ഷേ കെട്ടിടം അപ്പാടെ തകർന്ന് ആൾക്കുരങ്ങിന് മുകളിലേക്ക് വീണു. അവൻ അതിനടിയിൽപ്പെട്ടു. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ബഗീരയും ബാലുവും മൗഗ്ലി അതിൽ പെട്ടിരിക്കുമോ എന്നോർത്ത് പേടിച്ചു നിന്നു. കുരങ്ങ് സൈന്യം തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കി മാറ്റി തങ്ങളുടെ രാജാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ബഗീരയും ബാലുവും തങ്ങളുടെ കൂട്ടുകാരനെ അതിനടിയിൽ തിരഞ്ഞു. പെട്ടെന്ന് ദൂരെ മരത്തിൽ നിന്നും മൗഗ്ലിയുടെ ശബ്ദം കേട്ടു. മൗഗ്ലി ബഗീരയോട് അഖില മരിച്ച കാര്യം തന്നോട് പറയാതിരുന്നതിനെ പറ്റി ചോദിച്ചു. മൗഗ്ലിയെ വിഷമിപ്പിക്കാതിരിക്കാൻ താൻ അങ്ങനെ ചെയ്തതാണെന്ന് ബഗീര പറഞ്ഞു. അഖിലയുടെ മരണത്തിന് ആരെങ്കിലും പകരം ചോദിക്കണം, അതിന് പറ്റിയ ആൾ താനാണെന്ന് പറഞ്ഞ ശേഷം മൗഗ്ലി താഴേക്ക് ചാടി. അവൻ ദൂരേക്ക് ഓടാൻ തുടങ്ങി. അവൻ പോയത് കാടിന്റെ അതിർത്തിയിലുള്ള ഗ്രാമത്തിലേക്കായിരുന്നു. അന്ന് അവൻ ആദ്യമായി മനുഷ്യരെ കണ്ടു. പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവിടുന്ന് കൈക്കലാക്കിയ തീപ്പന്തവുമായി മൗഗ്ലി കാട്ടിലേക്ക് ഓടി. ബഗീരയും ബാലുവും മൗഗ്ലിയെ തേടി നടന്നു. മൗഗ്ലി പോകുന്ന വഴിയിൽ തീപ്പൊരി വീണ് തീപിടിക്കാൻ തുടങ്ങി. അവൻ നേരെ ഷേർഖാന്റെ മടയിലേക്കാണ് ചെന്നത്. കാട്ടിലെ മൃഗങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. ഷേർഖാൻ അവിടേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും നിലത്ത് വീണ തീപ്പൊരി പടർന്ന് വലിയൊരു കാട്ടുതീയായി മാറിയിരുന്നു.